തിരുവനന്തപുരം കോർപ്പറേഷനകത്ത് എവിടെയെങ്കിലും മനുഷ്യന് സ്വസ്ഥമായിട്ട് മൂത്രം ഒഴിക്കാൻ വേണ്ടി ഒരു മൂത്രപ്പുര കെട്ടി കൊടുക്കാൻ വേണ്ടി അവർക്ക് സാധിച്ചിട്ടുണ്ടോ? ഇപ്പോൾ ഈ ചർച്ച കഴിഞ്ഞിട്ട് വാ, നമ്മുടെ മ്യൂസിയം പോലീസ് സ്റ്റേഷൻ്റെ അവിടെ നിശാഗന്ധി റോഡിലോട്ട് പോകുന്നിടത്ത് ഈ ടോയ്ലറ്റ് എന്ന് പറഞ്ഞിട്ട് സംഭവം എഴുതി വെച്ചിട്ടുണ്ട്. 2 രൂപ 5 രൂപ 10 രൂപ കോയിൻ ഇട്ട് കഴിഞ്ഞാൽ അത് സെൻസർ ഉപയോഗിച്ച് അതിൻ്റെ ഡോർ ഓപ്പൺ ആയിട്ട് വന്ന് അകത്ത് കയറി മൂത്രം ഒഴിക്കാമെന്നാണ്. ഞാൻ 4 ദിവസം പോയി 2 രൂപ 5 രൂപയും 10 രൂപയും ഇട്ടതിൻ്റെ സ്പീഡിൽ പൈസ തിരിച്ചു വെച്ചാൽ ആ ഡോർ തുറക്കുന്നില്ല. അവിടെ കവടിയാർ വിവേകാനന്ദ പാർക്കിൽ വച്ചിട്ടുണ്ട് 100 കണക്കിന്. എൻ്റെ ദീപക് നാണമില്ലേ നിങ്ങൾക്ക്? 45 വർഷം കോർപ്പറേഷൻ ഭരിച്ചിട്ട് മനുഷ്യർക്ക് മൂത്രം ഒഴിക്കാൻ ഒരു മൂത്രപ്പര പോലും ഉണ്ടായി കൊടുക്കാത്ത പാർട്ടിയാണ് പറയുന്നത് ഇനി ഞങ്ങൾക്ക് ഒരിക്കൽ കൂടെ ഭരണം തരണമെന്നുള്ളത്. ഇങ്ങനെയുള്ള ഇത്തരത്തിലുള്ള ജീർണത പിടിച്ച ഒരു കോർപ്പറേഷനിൽ, ഒരു നഗരത്തിൽ ഒരു നിമിഷം പോലും എനിക്ക് ജീവിക്കാൻ സാധിക്കില്ല എന്ന പ്രതിജ്ഞ തിരുവനന്തപുരത്തെ ജനങ്ങൾ എടുത്തു കഴിഞ്ഞു എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയം. എന്തൊരു അഴിമതിയാ സത്യത്തിൽ. ഞാൻ കഴിഞ്ഞ 5 കൊല്ലം കൊണ്ട് അതിനകത്തുണ്ട്. നാണം കെട്ടാണ് അതിനകത്തിരിക്കുന്നത്. കൊതുകിനെ പിടിക്കുന്നതിൽ അഴിമതി, പട്ടിയെ വന്ധ്യം കരിക്കുന്നതിൽ അഴിമതി. ഇപ്പം ദീപക് പറഞ്ഞല്ലോ എന്തോ നിയമം ഇപ്പോഴാണ് വന്നതെന്ന്. ഞാൻ ചോദിക്കട്ടെ, ശിവൻകുട്ടി, ബഹുമാനപ്പെട്ട ശിവൻകുട്ടി മേയറായിരുന്ന സമയത്ത് വന്ധ്യംകരണം ആരംഭിച്ചല്ലേ? അന്ന് വന്ധ്യംകരണം കൃത്യമായിട്ട് നടപ്പിലാക്കിയെങ്കിൽ പട്ടികൾ എന്നേ തീർന്നു പോയനെ. ശിവൻകുട്ടി വന്ധ്യംകരണം നടത്തി, ജയൻ ബാബു നടത്തി, ചന്ദ്ര നടത്തി, ചന്ദ്രിക നടത്തി, ആര്യ നടത്തി, പ്രശാന്ത് നടത്തി. പണ്ട് വന്ധ്യം കരിക്കുന്നതിന് മുമ്പ് 3 പ്രസവിച്ചുകൊണ്ടിരുന്ന പട്ടി അതിനുശേഷം ഇപ്പോൾ 30 പ്രസവിക്കുന്നത്. ഇതാവസ്ഥ. വന്ധ്യംകരണത്തിൽ പോലും, തെരുവ് നായ്ക്കളെ വന്ധ്യംകരണത്തിൽ പോലും അഴിമതി നടത്തുന്ന ഒരു പ്രസ്ഥാനത്തിനെ ഒരു നിമിഷം കൂടുന്ന് മാറ്റണം. ഞാൻ ഒരു കാര്യം പറയാം, 5 വർഷവും കൂടി ഈ CPM ഈ കോർപ്പറേഷൻ ഭരിക്കുകയാണെങ്കിൽ ഒരു മനുഷ്യരെക്കാൾ കൂടുതൽ തെരുവ് നായ്ക്കളുടെ എണ്ണമായിരിക്കും തിരുവനന്തപുരത്ത് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. പ്രസവിച്ച് കൂട്ടേണ്. ഇവർക്ക് എന്ത് ചെയ്യാൻ സാധിച്ചു? ഇതൊന്നും ചെയ്യാൻ സാധിക്കാത്തൊരു സംവിധാനം. സ്മാർട്ട് സിറ്റി റോഡ് പൂർണ്ണമായിട്ടും അഴിമതിയല്ലേ? ഞാൻ ചോദിക്കട്ടെ, ഈ സ്മാർട്ട് സിറ്റി റോഡ് പണി കഴിഞ്ഞാൽ മാൻഡേറ്ററി അല്ലേ അതിൻ്റെ സൈഡിൽ ഡക്റ്റ് നിർമ്മിക്കണം? എന്താണ് റോഡ് എപ്പോഴും വെട്ടിക്കുഴിക്കാൻ സമ്മതിക്കാതെ കേബിളുകൾ, നെറ്റ് കണക്ഷൻ, ഇലക്ട്രിക് കണക്ഷൻ, വാട്ടർ കണക്ഷൻ അതൊക്കെ പോകാൻ വേണ്ടി എൻ്റെ സൈഡിൽ ഡക്റ്റ് നിർമ്മിക്കണം. ആ ഡക്റ്റിലൂടെ പോകുമ്പോൾ അതിന് കംപ്ലൈൻറ്റ് വന്നാൽ റോഡ് കുഴിക്കേണ്ട. ഇവരെന്താണെന്ന് ചെയ്തത്? ഒറ്റയിടത്ത് ഡക്റ്റ് നിർമ്മിച്ചിട്ടില്ല. അതുകൊണ്ട് എന്താ ഈ റോഡ് ഉദ്ഘാടനം കഴിഞ്ഞ് 3 മാസം കഴിഞ്ഞപ്പോൾ നോർക്കയുടെ ഉൾപ്പെടെ മുമ്പിൽ വെട്ടിക്കുഴിക്കേണ്ടി വന്ന്? ഒരു സംശയവും വേണ്ട, ഈ ഇലക്ഷൻ കഴിഞ്ഞാൽ ഈ റോഡ് സകലതും പൊളിക്കേണ്ടി വരും. എല്ലായിടത്തും പണി വന്നിട്ടുണ്ട്. ഡക്റ്റ് നിർമ്മിക്കാതെ അതിൻ്റെ പണവും കൂടി കോൺട്രാക്ടർമാരിൽ നിന്ന് കമ്മീഷൻ വാങ്ങിച്ചവരാണ് ഇവർ. ഈ വിമൻസ് കോളേജിന്റെ 2 ഗേറ്റിനും ഇടയ്ക്ക് ഒരു സ്ത്രീ സൗഹൃദ ഇടനാഴി എന്ന് പറഞ്ഞിട്ട് രാഖി രവികുമാർ ഡെപ്യൂട്ടി മേയറും VK പ്രശാന്ത് മേയറും ആയിരുന്നപ്പോഴേക്കും ഒരു സംഭവം ചെയ്തു വെച്ച്. ഞാൻ ചോദിക്കട്ടെ, ഇതുപോലെ തണൽ വിരിച്ച് കിടക്കുന്ന മരങ്ങളുള്ളതിൻ്റെ അടിയിൽ എന്തിനാ ഒരു സ്ത്രീ സൗഹൃദ ഇടനാഴി? ആ 93 ലക്ഷം രൂപയാണ് കോർപ്പറേഷനിൽ നിന്ന് ബില്ല് എഴുതി മാറിയത്. ദീപകിനറിയാം, മുൻ SFI പ്രവർത്തകനായിരുന്ന അനൂപ് ബാലേന്ദ്രൻ, നിങ്ങളുടെ വാഴോട്ട് പോണ LC സെക്രട്ടറി ആയിരുന്ന ബാലേന്ദ്രേട്ടൻ്റെ അനൂപ് ബാലേന്ദ്രൻ, ഏഷ്യാനെറ്റിലെ അനൂപ് പോയിട്ട് ഇത് നിർമ്മിച്ച കോൺട്രാക്ടറെ കണ്ടിട്ട് ചോദിച്ചു, ഇത് എത്ര രൂപയ്ക്ക് നിർമ്മിക്കാം? വിമൻസ് കോളേജിൻ്റെ അവിടെ ചെയ്തതുപോലെ എത്ര രൂപയ്ക്ക്? അയാൾ പറഞ്ഞ് 5 ലക്ഷം രൂപയ്ക്ക് തീർത്ത് തരാം. 5 ലക്ഷം രൂപയ്ക്ക് നിർമ്മിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞ സംഭവം 93 ലക്ഷം രൂപയ്ക്കാണ് രാഖി രവികുമാറിന്റെ വാർഡ് ചെയ്തിരിക്കുന്നത്. 88 ലക്ഷം രൂപ അതിൽ കൊള്ളയടിച്ചു. എൻ്റെ മൊബൈലിലുണ്ട് ആ കോൺട്രാക്ടറുടെ ശബ്ദം. ഇപ്പോൾ വേണേൽ ഞാൻ പ്ലേ ചെയ്യിപ്പിച്ചു തരാം. എന്നിട്ട് ഇപ്പോൾ അത് പൊളിച്ചു മാറ്റി. ഞാൻ ചോദിക്കട്ടെ, അതിൻ്റെ മുകളിലിരുന്ന സോളാർ പാനൽ അവിടെ കൊണ്ടുപോയി ഈ സോളാർ പാനൽ ഉൾപ്പെടെ ഉള്ളവർ ഇളക്കി പറ്റി ആക്രി സാധനം പോലും അടിച്ചു മാറ്റുന്ന ഒരു സംവിധാനത്തെ ഇവിടെ ഇനി വച്ചുകൊണ്ടിരിക്കാമോ? ലിപ്സ്റ്റിക് ഇടുന്നത് പോലെയാണ് ടാർ ഇടുന്നത്. ലിപ്സ്റ്റിക് ഇടുന്ന പോലെ അന്ന് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ മഴയത്തെ ഇടുകയുള്ളൂ. മഴയത്തെ ടാർ ഇടുകയുള്ളൂ. എന്നിട്ട് പറയും മഴയാണ്ട് പൊളിഞ്ഞു പോയെന്ന്. മഴ വരുന്നവരെ കാത്തിരിക്കും. പിന്നെ ഞാൻ 5 വർഷം കൊണ്ട് കൗൺസിലറാ. എനിക്ക് നന്നായിട്ടറിയാം അതിനകത്ത് കിടക്കുന്ന സകല മനുഷ്യർക്ക് കട്ടിൽ കൊടുക്കും. പാവപ്പെട്ട ഒരു കട്ടിൽ സൗജന്യമായിട്ട് വാങ്ങിക്കുന്നവൻ, ഒരു നിവർത്തിയില്ലാത്തവനാണ് കട്ടിൽ സൗജന്യമായിട്ട് വാങ്ങിക്കുന്നത്. കട്ടിൽ കൊടുക്കുമ്പോഴല്ലേ ഈ മുക്കമ്പാലയുടെ തടി ഉൾപ്പെടെയുള്ള തടികളാണ് അടിച്ച് കട്ടിലുണ്ടാക്കുന്നത്. ഉളുപ്പ് കയറിയിട്ട് 3 മാസം കഴിയുമ്പോൾ കട്ടിൽ ഒടിഞ്ഞു വീഴും. കോഴിയെ കൊടുക്കും, മുട്ടയിടാത്ത കോഴിയാണ് കൊടുക്കുന്നത്. ഇങ്ങനെ സകലതിലും യാതൊരു നാണവുമില്ലാതെ അഴിമതി കാട്ടിക്കൂട്ടുന്ന ഒരു കൂട്ടമായിട്ട് സകലതിലും കൈയിട്ട് വരുന്ന അഴിമതി. ഇപ്പൊ വോട്ട്, ഞാൻ ചോദിക്കട്ടെ, വോട്ട് വെട്ടിമാറ്റുന്നു. എന്ത് നാണം കെട്ടിടപാടാ? നിങ്ങൾ ധൈര്യമായിട്ട് ഫൈറ്റ് ചെയ്യ്. ഞാൻ പറയട്ടെ, കള്ളവോട്ട് പറയാം. കഴിഞ്ഞ തവണ ഞങ്ങളുടെ വഞ്ചൂർ, ഞാൻ താമസിക്കുന്ന വാർഡിൽ മത്സരിച്ച ജയലക്ഷ്മി, ഈ ജയലക്ഷ്മിയുടെ വീട്ടിൽ ജയലക്ഷ്മിയും പ്രേംകുമാറും ഹസ്ബൻഡും അദ്ദേഹത്തിന്റെ മകനേ ഉള്ളൂ. അവിടെ ഒരു സെയ്താലിയുടെ വോട്ടുണ്ട്. ജയലക്ഷ്മിക്ക് പറഞ്ഞൂടെ, പ്രേംകുമാർ പറഞ്ഞൂടെ, ഈ സെയ്താലിയാണ്. പക്ഷേ സെയ്താലി എല്ലാ വർഷവും വോട്ട് ചെയ്തിട്ട് പോകും. ഇത് വെട്ടിമാറ്റൂല. ആരാണ് ഇത് ചെയ്യണത്? അവിടെ വഞ്ചൂര് റോഡ് അടച്ചിട്ട്, ഹൈക്കോടതി ഇടപെട്ട് റോഡ് അടച്ചിട്ട് സ്റ്റേജ് കെട്ടിയ ഒരു CPM-ന്റെ ഒരു ഏരിയ സെക്രട്ടറി ഉണ്ടല്ലോ. റോഡ് അടച്ച് ഞാൻ പറഞ്ഞോട്ടെ, റോഡ് അടച്ച് സ്റ്റേജ് കെട്ടി പൊതുയോഗം നടത്തിയില്ലേ? ഈ LC സെക്രട്ടറിയാ. ഈ LC സെക്രട്ടറിയുടെ വാർഡിലെ ഏരിയ സെക്രട്ടറി, അദ്ദേഹത്തിന്റെ വാർഡില് 100 കണക്കിന് കള്ളവോട്ട് ചേർത്തിട്ടുണ്ട്. വോട്ട് വെട്ടിമാറ്റുക, കള്ളവോട്ട് ചേർക്കുക, വാർഡ് വിഭജനം നടത്തുക, അഴിമതി നടത്തുക. ഞാൻ ചോദിക്കട്ടെ, സാധാരണക്കാരെ അടയ്ക്കുന്ന വീട്ടുകാരെ ഇവർ തട്ടിയെടുക്കണം ഞങ്ങൾ പറഞ്ഞപ്പോൾ ആദ്യം വിശ്വസിച്ചില്ല. ഞാൻ ഉൾപ്പെടെ ഉള്ള ഒരു തീരുമാനമെടുത്തു. ഞാൻ ഉൾപ്പെടെ 30 ദിവസം സത്യാഗ്രഹം കിടന്നു. നിങ്ങൾ യൂട്യൂബിൽ അടിച്ചു നോക്ക്.
BJP അജിറ്റേഷൻ ട്രിവാൻഡ്രം കോർപ്പറേഷൻ അടിച്ചു നോക്ക്, വീട്ടുകാരൻ തട്ടിപ്പെന്ന് അടിച്ചു നോക്ക്, ഒഴുകി വരുന്ന സമരങ്ങൾ. അവസാനം 20 ദിവസം സത്യാഗ്രഹവും 9 ദിവസം ഞങ്ങൾ ഉപവാസവും കിടന്ന് ഞങ്ങളുടെ ഉപവാസം ടൈറ്റായ ഗവൺമെന്റിന് മനസ്സിലായി ആരെങ്കിലും മരണപ്പെട്ടു പോകുന്നുള്ള റിപ്പോർട്ട് കിട്ടി. ഇവർ അന്വേഷണം നടത്തി. ദീപകെ, നേമം സോണൽ ഓഫീസ് സൂപ്രണ്ടും നിങ്ങളുടെ KMCSയുടെ സംസ്ഥാന നേതാവായിട്ടുള്ള ശാന്തിയെ കണ്ടുപിടിച്ച് പോലീസിന് അറസ്റ്റ് ചെയ്യേണ്ടി വന്നു. 38 ലക്ഷം രൂപയാണ് പാവപ്പെട്ടവർ അടയ്ക്കുന്ന വീട്ടുകാരം ശാന്തി ഉൾപ്പെടുന്ന CPM നേതാക്കന്മാർ തട്ടിയെടുത്തത്. ആ ശാന്തിയെ അറസ്റ്റ് ചെയ്ത് സസ്പെൻഡ് ചെയ്ത് റിമാൻഡ് ചെയ്യേണ്ടി വന്നു. ഇവർ പറഞ്ഞ ശാന്തി അറസ്റ്റ് ചെയ്തില്ലേ? ഞങ്ങളുടെ സമരം കൊണ്ട്. നിങ്ങളുടെ KMCSയുടെ നേതാവാണ് സാറേ ശാന്തി, സഖാവ് ശാന്തി. അങ്ങനെയുള്ള ഉദ്യോഗസ്ഥന്മാർ തടിച്ചു കൊഴിച്ചിരിക്കുക. ഈ ഇലക്ഷനിൽ ഇപ്പം എവിടെയൊക്കെ വോട്ട് വെട്ടി മാറ്റിയില്ലേ? സുരേഷ് എന്ന് പറയുന്ന ഉദ്യോഗസ്ഥനുണ്ട്, 23 വർഷമായി സർവീസ് കയറിയിട്ട് ഒരു ദിവസം പോലും വേറെ ഓഫീസിൽ ട്രാൻസ്ഫർ ആയിട്ട് പോയിട്ടില്ല. എവിടെ പോയാലും ഇവർ തിരിച്ചുകൊണ്ട് എന്തിനാണ് ഈ കള്ള വോട്ട് നടത്താൻ, ഈ കള്ള ഇലക്ഷൻ നടത്തുവാനും?